ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കയ്പ്പക്ക അച്ചാർ തയ്യാറാക്കാം. തീരെ കയ്പ്പില്ലാണ്ട് എങ്ങനെ കയ്പ്പക്ക അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കയ്പ്പക്കയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഞാൻ പുളി ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പിനില. ഇതിലേക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നും പറയണ പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് ഉലുവൊക്കെ നന്നായി വറുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമുക്കിതിലേക്ക് അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സ്മെല്ല് പോകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കയ്പ്പക്ക ആഡ് ചെയ്യാം കേട്ടോ. കയ്പ്പക്ക ഇട്ടതിന് ശേഷം ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുളി ആഡ് ചെയ്യാം കേട്ടോ. പുളി ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുളി ആഡ് ചെയ്യുമ്പോൾ കയ്പ്പക്കട ഒരു കയ്പ്പ് രസം ബാലൻസ് ആയി നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പുളി ആഡ് ചെയ്യണത്. ഇനി നമുക്ക് ഈ കയ്പ്പക്ക വേവണ വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മൂടി തുറന്നിട്ട് കയ്പ്പക്ക വെന്തോ നോക്കാം. അപ്പോൾ നമ്മൾ കയ്പ്പക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാറിന് ആവശ്യമായ സൊർക്ക് ആഡ് ചെയ്യാം കേട്ടോ. സൊർക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയും കടുകും പൊടിച്ചത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുളിയും സൊർക്കയൊക്കെ ഒഴിച്ച് നോക്കുമ്പോൾ കുറച്ച് പുളി മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.